പോരൂരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചുള്ള ജ്യോതിഷപരമായ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. 27 നക്ഷത്രങ്ങളിൽ 25ാമത്തെ നക്ഷത്രമാണിത്. പൊതുവായ വിവരങ്ങൾ: അധിപൻ പ്ലാനറ്റ് വ്യാഴം, ജൂപ്പിറ്റർ ഗണം മനുഷ്യഗണം, യോനി പുരുഷൻ, സിംഹം, ഭൂതം ആകാശം, പക്ഷി ഉള്ളാൻ, വൃക്ഷം തേന്മാവ്, ദേവത അജൈകപാദ്, രുദ്രന്റെ ഒരു രൂപം. നക്ഷത്ര സ്വഭാവം: പോരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സമാധാനപ്രിയരും സത്യസന്ധരുമായിരിക്കും. ആരെയും അമിതമായി ആശ്രയിക്കാൻ ഇവർ താൽപ്പര്യപ്പെടാറില്ല. ദയാലുക്കൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകും. ആത്മവിശ്വാസം: ഏതു കാര്യത്തിലും സ്വന്തമായ നിലപാടുകൾ ഇവർക്കുണ്ടാകും. സാമ്പത്തിക താൽപ്പര്യം: പണം സമ്പാദിക്കുന്നതിനേക്കാൾ അന്തസ്സിനും ആദർശത്തിനുമായിരിക്കും ഇവർ മുൻഗണന നൽകുന്നത്. ഭക്തി: ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യവും കൂടുതലായി കണ്ടുവരുന്നു. രാശിവിഭജനം: പോരൂരുട്ടാതി നക്ഷത്രം 2 രാശികളിലായാണ് വ്യാപിച്ചുകിടക്കുന്നത്. 1 കുംഭം രാശി, ആദ്യത്തെ മുക്കാൽ ഭാഗം 3 പാദങ്ങൾ. 2 മീനം രാശി, അവസാനത്തെ കാൽഭാഗം 1 പാദം. പ്രത്യേകത: കുംഭം രാശിയിൽ വരുന്നവർക്ക് ശനിയുടെയും വ്യാഴത്തിന്റെയും സ്വാധീനമുണ്ടാകും. മീനം രാശിയിൽ വരുന്നവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കൂടുതലായിരിക്കും. ദോഷങ്ങളും പരിഹാരങ്ങളും: ദശ ജനനസമയത്ത് വ്യാഴദശയാണ് ഇവർക്കുണ്ടാകുക. ഏകദേശം 16 വർഷം വരെ ജനിച്ച സമയത്തെ നാഴിക അനുസരിച്ച് മാറ്റം വരാം. പ്രതികൂല നക്ഷത്രങ്ങൾ: ഉത്രം, ചിത്തിര, വിശാഖം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് അത്ര ശുഭകരമല്ല. പരിഹാരങ്ങൾ: വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. തേന്മാവ് വെച്ചുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഗുണം ചെയ്യും. പോരൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിശദമായ ജ്യോതിഷ വിശകലനം താഴെ നൽകുന്നു. 1 വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ: പോരൂരുട്ടാതി നക്ഷത്രക്കാർ ബുദ്ധിശക്തിയുള്ളവരും അറിവിനോട് ആദരവുള്ളവരുമായിരിക്കും. മേഖലകൾ: വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ നിയമം, സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത എന്നീ വിഷയങ്ങളിൽ ഇവർ തിളങ്ങും. കുംഭം രാശിയിൽ വരുന്നവർക്ക് സാങ്കേതികവിദ്യയിലും മീനം രാശിയിൽ വരുന്നവർക്ക് കലാസാംസ്കാരിക മേഖലകളിലും താൽപ്പര്യം കൂടും. പഠനത്തിൽ ഏകാഗ്രത പാലിക്കാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കും. 2 തൊഴിൽ കരിയർ: സ്വതന്ത്രമായ തൊഴിലുകളോട് ഇവർക്ക് കൂടുതൽ താൽപ്പര്യം തോന്നും. അനുയോജ്യമായ മേഖലകൾ: അധ്യാപനം, ബാങ്കിംഗ്, സർക്കാർ സർവീസ്, മതപരമായ സ്ഥാപനങ്ങൾ, ജ്യോതിഷം, ഗവേഷണം എന്നിവ. ഉയർന്ന പദവികളിൽ ഇരിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും. മറ്റുള്ളവരെ നയിക്കാനുള്ള ലീഡർഷിപ്പ് കഴിവും ഇവർക്കുണ്ട്. 3 വിവാഹം ആൻഡ് കുടുംബം മാരേജ്: കുടുംബത്തോടും പങ്കാളിയോടും തികഞ്ഞ വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. എങ്കിലും ചില സമയങ്ങളിൽ അമിതമായ ആദർശവാദവും കടുംപിടുത്തവും കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. പങ്കാളിയെ മനസ്സിലാക്കി പെരുമാറുന്ന സ്വഭാവമുള്ളതിനാൽ പൊതുവെ സന്തുഷ്ടമായ ദാമ്പത്യം ഇവർക്ക് ലഭിക്കാറുണ്ട്. 4 വിവാഹ പൊരുത്തം കമ്പാറ്റിബിലിറ്റി: വിവാഹകാര്യങ്ങളിൽ താഴെ പറയുന്ന നക്ഷത്രങ്ങൾ പോരൂരുട്ടാതിയുമായി നല്ല പൊരുത്തം കാണിക്കുന്നു. ഏറ്റവും അനുയോജ്യമായവ: രോഹിണി, മകയിരം, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം. ദോഷകരമായവ: ഉത്രം, ചിത്തിര, ചതയം എന്നീ നക്ഷത്രങ്ങളുമായി വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 ധനയോഗം വെൽത്ത്: സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ അമിതമായി ആവേശം കാണിക്കാറില്ല. എങ്കിലും മധ്യവയസ്സോടെ മികച്ച സാമ്പത്തിക അടിത്തറ ഇവർക്കുണ്ടാകും. പണം അനാവശ്യമായി ചെലവഴിക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണിത്. 6 ദോഷങ്ങൾ ചാലഞ്ചസ്: മാനസിക സമ്മർദ്ദം: പെട്ടെന്ന് വികാരഭരിതരാകുന്നതും അനാവശ്യമായ ഉത്കണ്ഠയും ഇവരുടെ പ്രധാന വെല്ലുവിളിയാണ്. ആരോഗ്യം: ദഹനസംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, കാലുകളിൽ നീര് എന്നിവ വരാൻ സാധ്യതയുണ്ട്. സൗഹൃദങ്ങൾ: എല്ലാവരെയും വിശ്വസിക്കുന്നതുവഴി വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. 7 പരിഹാരങ്ങൾ റെമഡീസ്: നക്ഷത്രദോഷങ്ങൾ അകറ്റുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാനും താഴെ പറയുന്നവ ചെയ്യാം. 1 ക്ഷേത്രദർശനം: വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പുരുഷസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉത്തമമാണ്. 2 മൃഗം പക്ഷി: പോരൂരുട്ടാതിയുടെ മൃഗം സിംഹമായതിനാൽ ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഭയമകറ്റാൻ സഹായിക്കും. 3 വൃക്ഷം: തേന്മാവ് നടുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് നക്ഷത്രത്തിന്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. 4 മന്ത്രം ഓം അജൈകപദേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ എന്നാക്കി വയ്ക്കുക. താൽപ്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.